വലിയ ആളായിരിക്കും. ലബീസ ബേബി, നമ്മുടെ ശാരദയുടെ കൊച്ചിന് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. കുറച്ച് കാറ്റ് കുറച്ച് കൊണ്ടുവന്ന് വെട്ടി അറിഞ്ഞ് പഴമുതിരയും കശപിശെല്ലാം കൂട്ടിച്ചേർത്ത് ഒരാൾ കൊടുക്ക. അവൻ ചതിച്ചല്ല മോളെ. ആരാ പപ്പ? മമ്മൂട്ടി. അവൻ തലാക്ക് ചൊല്ലി കത്തീപിന് ഏറ്റേ. ഓട്ടെ മോളെ, ഈ നോമ്പിന് മുമ്പ് ബാപ്പ കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് എന്റെ മോളെ കെട്ടി. ഇല്ല പപ്പ, ഇല്ല. എന്റെ കെട്ടിയവൻ എന്നെ മൊയ് ചൊല്ലത്തില്ല. ഇങ്ങേരൊരുത്തൻ പറഞ്ഞു കേൾപ്പിക്കുന്ന കള്ളമാണിത്. അടച്ചവനെ, ഇത് കേട്ട നമ്മൾ വേളയില് കത്തീപിന്റെ അടുത്ത് എഴുത്ത് മേടിച്ചു കാണിച്ചു തരാം. അവൻ ഇനി ഇറങ്ങി വന്നാൽ തന്നെ വേറൊരുത്തൻ കെട്ടി മൊയ് ചൊല്ലാതെ അവനക്ക് കെട്ടാനൊക്കെ കെട്ടണ്ട. അസനാരിയാക്ക പറയുന്നത് ഇനി നബീസാനെ തന്നെ മമ്മൂട്ടിക്ക് കെട്ടണമെങ്കിലും വേറൊരുത്തൻ കെട്ടി മൊഴിയൊല്ലാതെ ഒക്കത്തില്ലെന്നായി പറയുന്നത്. വേണ്ട. ഇത് കളിയല്ല പെണ്ണെ. ഒരുത്തം കെട്ടി മൊയ്യില്ല, വേറൊരുത്തം കെട്ടി മൊയ്യൊല്ലാതെ ആദ്യം കെട്ടിയവന് കെട്ടാൻ ഒക്കത്തില്ല. അത് പറ. അവൾ അറിയാൻ വയ്യാതെ പറഞ്ഞു പോയതാ. നമ്മളിവിടെ നിൽക്കത്തില്ല. ഇല്ല, എന്റെ കെട്ടിയവൻ എന്നെ മൊയ് ചൊല്ലത്തില്ല. നിങ്ങൾ പറയുന്നത് കള്ളമാ. അയാൾ വാപ്പാടെ ചെവിയിൽ പറഞ്ഞത് എന്തുവാ? അത് വേറെ കാര്യം. അല്ല, എന്റെ കാര്യമാ. അല്ല മോളെ, ആണ് വാപ്പ. അയാള് പറഞ്ഞ കാര്യം ബാപ്പ പറയാം. നമ്മുടെ അമ്മണീനെ ഇന്ന് പോലീസുകാര് പിടിച്ചോണ്ട് പോവുക. അയ്യോ, അപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ എഴുത്ത് ആര് കൊടുത്തെന്ന് അവനെ കൊന്നാൽ അവൻ പറയത്തില്ല. ഇനി ഈ കൊച്ചിനെ കൊണ്ട് എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യും മോളെ? ഈ കൊച്ചിനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പം നമ്മക്കും സങ്കടം പോലെ. ചേട്ടൻ എവിടെയമ്മേ? മോടെ ചേട്ടൻ ഇപ്പൊ വരും. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴൊക്കെ അമ്മ എന്താ കരയുന്നേ? മോളുറങ്ങ, പനി മാറും. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാ കിടക്ക്. ഞാൻ ചേട്ടനോട് കറുവാ. എന്തിനാ മോളെ? എന്നെ അവിടെ വിട്ടിട്ട് പിന്നെ ചേട്ടൻ അവിടെ വന്നിട്ടില്ല. മോൾ ഉറങ്ങിക്കും, ചേട്ടൻ വരും. നബീസ വന്നിട്ട് എന്തിയ മോളെ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. എവിടെ പോയി? നിന്റോട്ട് രഹസ്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഓടിപ്പോന്നാ നമ്മള് ധരിച്ചേ. എന്ത് രഹസ്യം? ബാപ്പ പറഞ്ഞെന്ന് മോള് പറയരുത്. ഇല്ല. പോലീസുകാര് ഇന്ന് നമ്മളെ അമ്മണിയെ പിടിച്ചോണ്ട് പോകും. ആരൊക്കെ കൊടുക്കാനുള്ളതാണെന്ന് അപ്പു അവനെ കൊന്നാ പറയത്തില്ല. പടച്ചോനെ, അവന്റെ നഖത്തേലെല്ലാം മൊട്ടുദൂശി തടച്ചു മോളെ. അയ്യോ, എന്നോടിത് പറയാതെ ബാപ്പ, എന്നോടിത് പറയാതെ. നീ അമ്മണിയോട് ചോദിക്കാനാ അവളെ കൊണ്ടുപോകും. പടച്ചോനെ, അമ്മക്കിത് കാണാൻ ഇല്ല. എന്ത് വന്നാലും ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. പട്ടാളം വന്നാലും ഞാൻ കൊടുക്കില്ല. അവരെന്നെ കൊന്നിട്ട് കൊണ്ടുപോകട്ടെ. ചേച്ചി, ഞാനെല്ലാം അറിഞ്ഞു. ഒരാളിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ ഒക്കൂ. മധുവിനെ നീ പോയി കണ്ടോ? കണ്ടു. വേണ്ട, അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണ്ട. ഇനി എനിക്ക് ഒരു ധനമേ ഉള്ളൂ, അത് ഞാൻ കളയില്ല. ആ ദ്രോഹി മുറ്റത്ത് കയറിയാൽ ഞാൻ ചൂലെടുത്ത് മുഖത്തടിക്കും. ചേച്ചി, നീ വീട്ടിൽ പോയിക്കൊള്ളൂ. ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? എന്റെ അപ്പുവിനെ അവർ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ പോയാൽ? അപ്പു എഴുത്തു കൊണ്ടുവന്നത് എനിക്ക് തരാനാണ്. ഞാനാണ് അവനെ കത്തികൾ കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത്. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവാം.
നീ വീട്ടിൽ പോകും. നീ പോലീസിനെ പിടികൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മധുവിനോട് സംസാരിക്കാം. ശാരദ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പുവിനെ ജാമ്യത്തിൽ ഇറക്കിത്തരണം. എന്റെ മകളെ അവർ കൊണ്ടുപോകാൻ പോകുന്നു. അതിനും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. ശാരദയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാം. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ദാഹം കൂടി ശാരദ മനസ്സിലാക്കണം. ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലുത്. ഇതുവരെ ഞാൻ പിടിച്ചു നിന്നു. ഞാൻ തളർന്നുപോയി. എന്റെ കുഞ്ഞുങ്ങളെ ഈ അപകടത്തിൽ നിന്നും നിങ്ങൾ രക്ഷിക്കുമെങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹത്തിനും എന്റെ നിർവികാരമായ ഈ ശരീരം വിധേയമാണ്. ഞാൻ അറിഞ്ഞില്ല. അറിയില്ല. സാർ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം മാലതി തന്നെ തന്നെ മറന്നു നിൽക്കുകയില്ലേ? എന്റെ ഇപ്പോഴത്തെ മാനസിക സ്ഥിതി സാറിന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതിൽ കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. മാലതിയെ കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. സാറ് പറഞ്ഞതിന്റെ അർത്ഥം തെളിച്ചു തന്നെ പറയാം. ഒരു കാലത്ത് മധുവിനെ മാലതി വെറുത്തിരുന്നതല്ലേ? ഓഹോ, ഇതാണ് രോഗം. മനസ്സിലായി? ഇല്ല, മനസ്സിലായില്ല. ഞാൻ മൃഗമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ചില ആശകളെല്ലാം ഉണ്ട്. മധുവും ഞാനുമായി സ്നേഹമായതുകൊണ്ട് അത് സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായി. മാലതി എന്തൊക്കെയാണ് പറയുന്നത്? മലയാളത്തിൽ തന്നെ പറഞ്ഞത്. എന്റെ തെറ്റാണ്. അതെ, ഞാൻ എന്തൊരു മടയനാണ്. നിശ്ചയമായി. എനിക്ക് എന്റെ ഹൃദയം തുറന്ന് കാണിക്കാൻ ഒക്കുന്നില്ലല്ലോ. എനിക്കത് കാണണമെന്നില്ല. നിങ്ങളൊരു ട്യൂഷൻ വാദ്യാരാണ്, അത് മറക്കരുത്. അല്ല, എപ്പോ വന്നു? എന്താണ് പറഞ്ഞത്? ഞാൻ അല്പം ചിന്തിച്ചിരുന്നു പോയി. ഇന്ന് വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഗോപാല, അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറയൂ. അവാർഡ് വാങ്ങാൻ വേണ്ടി മറ്റന്നാൾ തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് കമ്പി കിട്ടിയിരിക്കുന്നു. പോകാതിരുന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഓ, ഇതെന്തൊരു സ്വഭാവമാണ്! മറ്റാർക്കും കിട്ടാത്തൊരു ബഹുമതി. മധുവിനത് വാങ്ങണോ എന്ന് പോലും സംശയം. ഞാൻ നിശബ്ദമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികാര ജീവിയായി പോയി. ഓഹോ, മധുവായിരുന്നു. നമ്മുടെ സാറെന്താണ് കൂട്ടിലടച്ച മെരുകിനെ പോലെ മുറിയിൽ കിടന്ന് കറങ്ങുന്നത്? സാറിന് ജലദോഷമാണ്. അച്ഛാ, മധുവിന് അവാർഡ് വാങ്ങാൻ ചെല്ലാൻ കമ്പി വന്നിരിക്കുന്നു. ഓഹോ, ഞാൻ പോകണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു. എനിക്ക് ഈ ആർഭാടങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. ആരും എന്നെ സ്തുതിക്കുന്നതും ഇഷ്ടമല്ല. എന്തോ എന്റെ ഒരു പ്രകൃതം അങ്ങനെയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അവാർഡ് വാങ്ങാൻ. അല്ല, നിങ്ങൾ ഇവിടെ? ഇവിടെ ഞാൻ ഇവിടെയാണ്. നിങ്ങൾ തമ്മിൽ അറിയുമോ? മധു എന്താ പരിഭ്രമിക്കുന്നത്? അവാർഡ് വാങ്ങാൻ എപ്പോഴാണ് യാത്ര? ചേട്ടാ ദ്രോഹി! നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ സാറുമല്ല, പ്രഭയുമല്ല. ഞാൻ രവിയാണ്, ഒളിവിൽ കഴിയുന്നില്ല. വഞ്ചക! എന്നേക്കാളും വലിയ വഞ്ചകനെ ഞാൻ കാണിച്ചു തരാം. എന്താണിത്? എനിക്ക് ഭയമാകും. രവി, നമുക്ക് തമ്മിലുള്ള കാര്യം അങ്ങോട്ടിറങ്ങി സംസാരിക്കാം. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ മനസ്സിലായല്ലോ.
ഞങ്ങളെ കബളിപ്പിച്ച് ഇവിടെ താമസിച്ചിരുന്ന വഞ്ചകനാണെന്ന് മനസ്സിലായി. വളരെ ശരി. ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ? രവി. അദ്ദേഹത്തെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരണം. അല്ല, പരിചയപ്പെടുത്തിയേ വെക്കൂ. ഏട്ടാ ദ്രോഹി, നീ ഒരു മനുഷ്യനാണോ? പളുങ്ക് താനെഴുതിയ നോവലാണല്ലേ? പിന്നെ ആരെഴുതിയ നോവലാണ്? വാദിച്ചു നിൽക്കാൻ ഭാവമുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി താൻ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എന്റെ കയ്യെഴുത്ത് പ്രതിയാണ് ആ പ്രസിദ്ധീകരണശാലക്കാരുടെ കയ്യിലുള്ളത്. എന്റെ പുസ്തകം ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ തന്റെ അടുത്ത് വന്നു. തന്നെ കൊണ്ട് എന്റെ നോവൽ പ്രസിൽ കൊടുപ്പിച്ചു. വികാരജീവി, അക്ഷരം മോഷ്ടിക്കുന്നവനാണോ വികാരജീവി? 3 വർഷമായി ഞാൻ ഒളിവിലാണ്. എന്റെ വീട് അവർ തകർത്തു. എന്റെ ഭാര്യയെ അവർ അറസ്റ്റ് ചെയ്തു. എന്റെ മകനെ അറസ്റ്റ് ചെയ്ത് നഖത്തിൽ മൊട്ടുസൂചി വരെ തറച്ചു. എന്റെ കൺമുമ്പിൽ ഈ വീട്ടിൽ വെച്ച് എന്റെ മകൾ അമ്മിണിയെ തല്ലുന്നത് ഞാൻ കണ്ടു നിന്നു. ഈ നിൽക്കുന്ന അക്ഷരക്കള്ളനെ അപമാനിച്ചെന്നും പറഞ്ഞ് ഒരു കൊച്ചു പെണ്ണിനെ രാത്രിയിൽ റോഡിലേക്ക് ഇറക്കി വിട്ടില്ലേ? ആ ഗതികെട്ട പെണ്ണ് എന്റെ മകളാണ്, എന്റെ മകൾ. അപ്പോഴൊക്കെ മനസ്സ് പതറാതെന്ന് ഞാൻ ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുക. എന്റെ പുസ്തകം താൻ അവകാശപ്പെട്ടാൽ ഞാൻ സഹിക്കുകയില്ല. എന്റെ കരളിലെ ചോരയിൽ പേന മുക്കിയാണോ ഞാനത് എഴുതിയത്? അത് ഞാനാണ് എഴുതിയത്. എന്തിനാണ് മധു ഇങ്ങനെ അന്തസ്സില്ല സംസാരിക്കുന്നത്? ഇതെന്ത് നാശമാണ്! നിങ്ങൾക്ക് റോഡിൽ പോയി നിന്ന് സംസാരിച്ചൂടെ? അവരിഞ്ഞ് എത്തിക്കഴിഞ്ഞോ? പോലീസ്. നേരത്തെ മുറിക്കകത്ത് പോയത് പോലീസിന് ഫോൺ ചെയ്യാനായിരുന്നില്ലേ? എനിക്കത് അപ്പോഴേ മനസ്സിലായി. രക്ഷപ്പെടണമായിരുന്നെങ്കിൽ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ക്ഷമിച്ചാൽ ഇനിയും ഞാൻ രക്ഷപ്പെട്ടു എന്ന് വരും. പക്ഷെ ഞാനതിന് ക്ഷമിക്കുന്നില്ല. രവി എന്താണ് ഈ പറയുന്നത്? സംഭവിച്ചത് പറഞ്ഞതേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ അതാ നോക്കൂ. അച്ഛൻ എന്തിനീ ചതി ചെയ്തു? എന്റെ കടമ. ഇയാൾ കൊലപാതകയാണ് മാലതി. നിങ്ങൾ സംസാരിക്കണ്ട. ഇപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എന്റെ കൈകളിൽ വിലങ്ങുവയ്ക്കും. ശാരദേ, ദ്രോഹി, നിങ്ങൾ എന്തിനിവിടെ വന്നു? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ നശിച്ചു. ഈ വീടിന് തീ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അയ്യോ, ഞാൻ ശാരദയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഇപ്പോഴും അപ്പുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. വേണ്ട, അവനെ ഇറക്കണ്ട. നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ തെറ്റുകാരനല്ല ശാരദ. നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അയ്യോ, ഇതെന്ത് നാശമാണ്! എന്റെ ഹൃദയം നിറയെ നീയാണ്. നിന്നെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. അപ്പോ നീ എപ്പോഴാണ് വന്നത്? നീ എന്താണെന്ന് മിണ്ടാൻ നിൽക്കുന്നത്? നിന്നെ മാമനാണ് പിടിച്ചത്. നീ വരുന്നു? എവിടേക്കാ? എവിടെയെങ്കിലും. അമ്മ, നീ വാ. നിൽക്ക്.
മോളെ ചേട്ടന്റെ കൂടെ പൊയ്ക്കോ.